ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവേശുള്ള ഭാവം എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതായ പാസേജ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായാൽ കൊള്ളാം എന്നുള്ളൊരു സജഷനല്ല, പ്രത്യുത ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു കൽപ്പന എന്ന നിലയിലാണ് നമ്മളിതിനെ കാണുന്നത്. നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ നിലയിൽ പറ്റുകയാണെങ്കിൽ എന്നൊന്നും പറയാനായിട്ട് കഴിയത്തില്ല. പൗലോസ് കൃത്യതയോടെ പറയുകയാണ്, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ അതൊരു കൽപ്പന തരുമ്പോൾ എങ്ങനെയെങ്കിലും നീ അത് ചെയ്തോണം എന്നുള്ള മട്ടിൽ പറഞ്ഞ് റിസോഴ്സസ് തരാതെ നമ്മളെ പറഞ്ഞു വിടുകയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഗോഡ് ഈസ് നോട്ട് ലൈക്ക് ഫറോ പറയുന്ന എന്താണ്, വൈക്കോല് തരത്തില്ല, പക്ഷേ ഇഷ്ടിയുടെ എണ്ണം കുറയ്ക്കാനും പറ്റത്തില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. കർത്താവ് പറയുന്നു, ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഞാൻ തന്നിരിക്കും. അത് നമ്മളുടെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമല്ല. ഭൗതികമായ കാര്യങ്ങൾ റിസോഴ്സസ് തരുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും വളരെ നല്ല ബോധ്യമുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീക നിലയിൽ ദൈവം നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ ശക്തിയെ പകർന്നു തരുന്നത്, അതിനുവേണ്ടി നമുക്ക് ദൈവം നൽകുന്നതായ റിസോഴ്സസ്, അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പൗലോസോട് പറയുന്നത്, നിങ്ങളെ ദൈവം വിളിച്ചപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു ആശയമുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമാണ് പറയുന്നത്, എന്നാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താണെന്ന് നമ്മൾ അറിയണം എന്ന് തന്നെയല്ല, ആ സ്വപ്നം നമ്മളിൽ നിർവഹിക്കേണ്ടതിന് വേണ്ടി കർത്താവ് നമ്മളിലേക്ക് ഒഴുക്കിത്തരുന്ന ദൈവകൃപയുടെ അത്യന്ത വലിപ്പം, അല്ലെങ്കിൽ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറയാണ്. അതായത് നമ്മിൽ നിന്ന് ദൈവം എന്തെങ്കിലും ഒരു ആത്മീകമായ ഒരു ചുവടുവയ്പ് ആവശ്യപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും നിലയിലുള്ള ഒരു ആത്മീക നിലവാരം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, നമ്മളെക്കുറിച്ച് കർത്താവിന് ആത്മീകമായ ഒരു സ്വപ്നമുണ്ടെങ്കിൽ തീർച്ചയായും അതിനാവശ്യമായ ദൈവകൃപയും അവൻ നൽകിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്നവനായ ദൈവമാണ് എന്ന് നമ്മൾ പഠിച്ചു. ആ റിസോഴ്സസിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സസ് ആണ് ആദ്യം കാണുന്നത്. ഉണ്ടെങ്കിൽ 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 എന്ന് പറയുന്ന ഭാഗം കുറെ കൂടെ കൃത്യതയോടെ പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറയുന്നതാണ്. അവിടെ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ എന്നല്ല, ക്രിസ്തുവിൽ പ്രബോധനം ഉണ്ടല്ലോ, ക്രിസ്തുവിൽ എൻകറേജ്മെന്റ്. പ്രബോധനം എന്ന് പറയുമ്പോൾ കുറെ കൂടെ കൃത്യതയോടെ എൻകറേജ്മെന്റ് ആണ്, ഒരു പ്രോത്സാഹനമുണ്ട്. യേശു കർത്താവ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവമാണ്. സ്നേഹത്തിൽ ആശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ എന്നല്ല, ആത്മാവിൻ്റെ കൂട്ടായ്മ ഉണ്ടല്ലോ. ആർദ്രതയും മനസ്സലിവും നമുക്കുണ്ടല്ലോ. അങ്ങനെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി തീരുവാൻ നിങ്ങൾക്ക് കഴിയും. ആ റിസോഴ്സസ് ഉള്ളത് കൊണ്ട് അതിന് കഴിയും. ആദ്യം പറയുന്ന റിസോഴ്സസ് ആണ്. അതിനുശേഷം നിങ്ങൾ കോഷ്യസ് ആയിരിക്കേണ്ടതായ കാര്യങ്ങളാണ് രണ്ടാമത് പറയുന്നത്. നിങ്ങൾ എന്താണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുന്നത്. അത് നമ്മളോടൊരു കോഷ്യസ് ആകാനായിട്ട് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകഭാവമുള്ളവരായി തീരുവാൻ കഴിയും. എന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഡക്ഷൻ ഫോം അല്ല, എന്താണ്, അതേ ഭാവം തന്നെ, യേശുക്രിസ്തുവിൻ്റെ മനസ്സ് എന്താണോ അതേ മനസ്സ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ആ കൽപ്പിക്കുന്നതിന് മുമ്പ് റിസോഴ്സസ് പറയുകയാണ്, കോഷൻ, എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അതിനുശേഷമാണ് ഒരു കമാൻഡ് എന്ന നിലയിൽ നമ്മളോടത് കൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തെ ആ റിസോഴ്സസിനെ കുറിച്ചാണ് ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത് പറഞ്ഞ കാര്യം, ക്രിസ്തുവിൽ ഒരു പ്രബോധനം ഉണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു എൻകറേജ്മെന്റ് ഉണ്ട്, ഒരു പ്രോത്സാഹനമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യേശു കർത്താവ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകുവാൻ ഒരുപക്ഷെ ഒറ്റ ദിവസം കൊണ്ട് യേശു ക്രിസ്തുവിനോളം ആവുന്ന ഒരു സ്റ്റേജ് അല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. പല സമയത്തും നാം ജനിക്കുന്ന ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് ഇവൻ അപ്പനെ പോലെ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും കരയത്തൊന്നുമില്ല. ജനിക്കുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് ഭയങ്കര കഷ്ടമായിപ്പോയി, ഇവൻ്റെ അപ്പൻ എന്ത് വലിപ്പവും എത്ര കിലോയും എത്ര നീളവും ഒക്കെ ഉണ്ട്, കണ്ടില്ലേ ഇവൻ ആകെപ്പാടെ, അപ്പന് 6 അടി നീളമുണ്ട്, ഇവൻ ആകെപ്പാടെ എത്ര 1 അടി നീളമേ ഉള്ളൂ എന്ന് നമ്മൾ ആരും പറയത്തില്ല. എന്തുകൊണ്ട് പറയത്തില്ല? നമുക്കറിയാം, അത് കുഞ്ഞാണ്. കുഞ്ഞിൻ്റെ നിലയിൽ പെർഫെക്റ്റ് ആണ്. ആ കുഞ്ഞ് വളരും എന്നുള്ളതാണ്. അതിൻ്റെ അപ്പനെ പോലെ അത് വളരും. ഇതുപോലെ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി വീണ്ടും ജനനത്തിലൂടെ ഒരു ദൈവരാജ്യത്തിലേക്ക് ആത്മാവിൽ ജനനം പ്രാപിച്ച ഒരു കുഞ്ഞിനെ പോലെ ജനിച്ചു വീഴുകയാണ്. ജനിച്ചു വീഴുന്നതിൻ്റെ പിറ്റേ ദിവസം യേശുവിനെ പോലെ ആയിരിക്കത്തില്ല. പക്ഷേ
യേശുവിനെ പോലെ വളരുവാനുള്ള ഒരു പ്രക്രിയയിൽ അവനവൻ്റെ ജനനം അതിനുള്ള ഒരു തുടക്കമായി തീർന്നിരിക്കുകയാണ്. അവൻ വളരും, തീർച്ചയായിട്ടും വളരും. ഒരു കുഞ്ഞ് പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുമായിരിക്കും ഈ കുഞ്ഞ് പെർഫെക്റ്റ് അല്ല. പക്ഷേ ആത്മാവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായും പെർഫെക്റ്റ് ചിൽഡ്രൻ ആണ്. കാര്യം അത് ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ജനനം അത് ഒരുപക്ഷെ ഭൗതികമായ നിലയിൽ പെർഫെക്റ്റ് ബോഡി ഇല്ലാത്ത ആളുകൾ കാണുമായിരിക്കും, നാച്ചുറൽ. പക്ഷേ ആത്മീകമായി നമ്മൾ ജനിക്കുമ്പോൾ ദൈവത്താൽ ജനിച്ചത് കൊണ്ട് ദൈവം ആ പെർഫെക്റ്റ് ആയിട്ട് വളരാനുള്ള സകല ശക്തിയോടും കൂടെയാണ് ഒരു കുഞ്ഞിനെ ആത്മലോകത്തിലേക്ക് ദൈവം ജനിപ്പിച്ചു വിടുന്നത്. അതാണ് വീണ്ടും ജനനത്തിൻ്റെ പ്രത്യേകത. അവിടെ എൻകറേജ്മെൻ്റ് ഉണ്ട്. ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ 2 പ്രാവശ്യം വീണെന്നിരിക്കും, 5 പ്രാവശ്യം വീണെന്നിരിക്കും. ഉടനെ എല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു. വീഴ്ച ശരിയാണെന്ന് പറയത്തില്ല, എന്നാൽ വീണാലും അതാണ് വാസ്തവത്തിൽ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. എൻകറേജ് ചെയ്യുന്നവനായ ഒരു ദൈവം. ഇവിടെ യേശു കർത്താവിൻ്റെ എൻകറേജ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവം നമ്മളെ എൻകറേജ് ചെയ്യുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സമയത്തും നമ്മുടെ ഇടയിലുള്ള ഒരു വലിയ പ്രശ്നം, നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു വലിയ കാര്യങ്ങളെല്ലാം പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഒരു പാളിച്ച വരുമ്പോൾ നമ്മളെ സഹിക്കുന്ന ഒരു ദൈവത്തെ പലപ്പോഴും ആളുകൾ പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് വീഴ്ചയുടെ സമയത്തും ആ വീഴ്ചയുടെ സമയത്ത് ചവിട്ടിപ്പുറത്താക്കുന്ന ഒരു ദൈവത്തെ അല്ല, വീഴുന്നവനായ മനുഷ്യനെ വീണ്ടും താങ്ങി എഴുന്നേൽപ്പിച്ച് അവൻ്റെ പുത്രത്വത്തിലേക്ക് വളർത്തുന്ന, ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തുന്ന ഒരു ദൈവത്തെയാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുന്നത്. ആദമും ഹവ്വയും വീഴ്ച പറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു പക്ഷേ പറഞ്ഞേക്കാം അവരെ ഏദൻ തോട്ടത്തിന് പുറത്താക്കിയില്ലേ എന്ന് ചോദിച്ചേക്കാം. ഒരുപക്ഷെ ഏദൻ തോട്ടത്തിന് പുറത്താക്കിയത് തന്നെ എന്തിനാണെന്നറിയാമോ? വീണ്ടും വളരാനുള്ള സാധ്യത അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അവിടെ കർത്താവ് പറയാണ്, ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്. സങ്കടമില്ലെന്നല്ല, നമ്മുടെ കുഞ്ഞ് താഴെ വീഴുമ്പോൾ നമുക്ക് ആർക്കും സങ്കടമില്ലാതെ വരുന്നില്ല. സങ്കടമുണ്ട്, പക്ഷേ നമ്മൾ തള്ളിക്കളയുന്നില്ല. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം, ദൈവം ഏറ്റവും ആദ്യം സങ്കടപ്പെടുന്നത്, ഏറ്റവും ആദ്യം കരയുന്നത് തന്നെ എൻ്റെ ചിന്ത മനുഷ്യൻ വീണുപോയ ആ ദിവസമായിരിക്കാം. ഒരുപക്ഷെ കർത്താവ് വന്നിട്ട് പറയാണ്, എന്താ നീ കാണിച്ചത്? ശരിക്കും ആദമേ നീ എവിടെ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം അതാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നോബൽ പ്രൈസ് വിന്നറുണ്ട്, ഏലി വീസൽ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹം ഒരു ജീവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പുസ്തകം, ആ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് ഒരു സ്റ്റോറി പറഞ്ഞിരിക്കുക. അത് മറ്റൊന്നുമല്ല, ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാലയളവിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന ഒരു ജൂയിഷ് റബി, ആ റബിയോട് അവിടുത്തെ ഒരു പോലീസുകാരൻ വളരെ മോശമായിട്ട് പറയാണ്, ഹായ് റബി, എൻ്റെ പേരൻസൊക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നു, ഞാൻ പണ്ട് വേദോസൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതൊന്നും വെറും കാര്യമൊന്നും ഇല്ലാത്ത കാര്യമാണ്, കള്ളത്തരമാണെന്ന് മനസ്സിലായി. ഞാൻ ആദ്യത്തെ ഭാഗം വായിച്ചു. ആദാം ഏദൻ തോട്ടത്തിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം വന്നിട്ട് ചോദിക്കുക, ആദാമേ നീ എവിടാന്ന്? ദൈവം എല്ലാം അറിയാവുന്നവനാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ ദൈവം സർവജ്ഞാനിയാണെങ്കിൽ ആദാം എവിടാണെന്നുള്ളത് ദൈവത്തിന് അറിയത്തില്ലായിരുന്നു. ഉടനെ ഈ റബി പറഞ്ഞു, മോനെ നീ സിൻസിയറായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാനതിൻ്റെ ഉത്തരം പറയാം. അവൻ സിൻസിയറായിട്ടൊന്നും ചോദിച്ചതല്ല. അദ്ദേഹം പറഞ്ഞത്, നിനക്ക് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് കൊണ്ടാണ്. പ്രായമുള്ള റബി അദ്ദേഹം പറഞ്ഞു, അവിടെ ദൈവം ആദാമിനോട് ചോദിക്കുന്നത് നീ എവിടെയാണെന്നല്ല, നീ എന്തായി കാണിച്ചെന്നാ. ഞാൻ എവിടെയാണ് നിന്നെ ആക്കിയത്, ഇപ്പോൾ നീ എവിടെയാണ് എന്നുള്ള വേദനാജനകമായ ഒരു ചോദ്യമാണ്. അല്ലാതെ നീ എവിടാണെന്ന് ഞാൻ കാണാൻ പറ്റുന്നില്ലല്ലോ, എവിടെയാ നീ ഒളിച്ചിരിക്കുന്നത് എന്നല്ല. അവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത്, പക്ഷെ ഇപ്പം നീ എവിടെയാ, ഏത് സ്റ്റേജിലാണ് നീ? ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കുഞ്ഞ് താഴെ വീഴുമ്പോഴും ഓരോ വീഴ്ചയുടെ സന്ദർഭത്തിലും പിതാവിന്, സ്വർഗസ്ഥ പിതാവിന് നമ്മളെക്കുറിച്ച് വേദനയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മകൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയപ്പോൾ ആ പിതാവ് സന്തോഷിക്കുമൊന്നുമല്ല, പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് തള്ളിക്കളയുമല്ല. അവൻ എപ്പോഴാണ് മടങ്ങി വരുന്നതെന്ന് നോക്കി വേദനയോടെ അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവം എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ദൈവമാണ്. എൻകറേജ് ചെയ്യുന്ന ദൈവം. ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായിരുന്ന ആളുകൾ തന്നെ അവരുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയപ്പോൾ ദൈവം അവരെ എത്ര എൻകറേജ് ചെയ്തു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പത്രോസിന്റെ കാര്യം എടുക്കുക, ഏറ്റവും ആദ്യത്തെ ഉദാഹരണം തന്നെ. പഴയ നിയമത്തിലെ 1-2 ഉദാഹരണം കൂടെ പറയാം. പക്ഷേ പുതിയ നിയമത്തിൽ യേശു കർത്താവ് എന്താ ചെയ്യുന്നത്? പത്രോസ് ഒരു ദിവസം യേശുവിനോട് പറഞ്ഞു, എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. അവന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. വെറുതെ പറഞ്ഞൊന്നുമല്ല, കള്ളത്തരം പറഞ്ഞൊന്നുമല്ല. നമ്മുടെയൊക്കെ ചിന്ത പത്രോസ് അങ്ങനെ കള്ളത്തരം പറഞ്ഞാണെന്ന്. അങ്ങനല്ല, ആത്മാർത്ഥതയോടെ പറഞ്ഞതാണ്. പലപ്പോഴും ആളുകൾ സിൻസിയറായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്, അവർക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നതാണ്. ഞാൻ ജീസസ് മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒത്തിരി ബാച്ചിലേഴ്സാണ്. അപ്പോൾ അവരൊക്കെ കല്യാണം കഴിക്കാൻ നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ ഈ പിള്ളേരോട് പറയും,
മോനെ എടാ അവിടെ ചെന്ന് കഴിഞ്ഞ് പെണ്ണ് കാണാൻ പോകുമ്പം പറയണം ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകും, അതൊക്കെ കേട്ട് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ കെട്ടിയാൽ മതി, ഇവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അപ്പം ഇവന്മാർ വന്നിട്ട് പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്ക് അവിടുത്തെ പ്രശ്നങ്ങളല്ല, അവിടെ ഉണ്ടാകാൻ പോലും സാധ്യതയില്ലാത്ത പ്രശ്നം പോലും, അവിടെ അങ്ങ് ആരും പട്ടിണി കിടക്കില്ല. പക്ഷേ അവിടെ ഒന്ന് അവിടെ പട്ടിണി ആയിരിക്കും, അവിടെ ചൂടായിരിക്കും, അവിടെ തണുപ്പായിരിക്കും, അവിടെ തീയാ മറ്റേതാ മറിച്ചതാ എന്ന് പറഞ്ഞ് കിട്ടാവുന്ന എല്ലാ രീതിയിലും എന്താണ് ഒരു രീതിയിലും ഒരു പെണ്ണും അടുക്കാത്ത രീതിയിലുള്ള എല്ലാ കഷ്ടതയും ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും. അപ്പോഴും ഈ പെമ്പിള്ളാർ പറയുന്നൊരു കാര്യമുണ്ട്, പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ തീരുമാനമെടുത്തതാ, അതുകൊണ്ട് എനിക്ക് ചൂടോ തണുപ്പോ എനിക്ക് പട്ടിണിയോ ഒന്നും വിഷയമല്ല. അങ്ങനെ പറഞ്ഞ് കെട്ടിക്കൊണ്ട് അവിടെ വരുന്നത്. അവിടെ വന്ന് ഒരു 48 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ, 52 ഡിഗ്രി വരെയൊക്കെ വരാറുണ്ട്, 48 ഡിഗ്രി ചൂട് വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് പെതിയെ പെമ്പിള്ളാർ ചോദിക്കും, അച്ചാച്ചാ മമ്മി വിളിച്ചായിരുന്നു, നാട്ടിലൊന്ന് പോയിട്ട് വന്ന എന്നാ വണ്ടിക്കൂലി മമ്മി തന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്നറിയാമോ, ചൂട് സഹിക്കാൻ വയ്യ, തീ ആണെങ്കിലും കുഴപ്പമില്ല, ചത്തുപോയാലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ കുറച്ച് ചൂട് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എയർ കണ്ടീഷണറും ഒന്നും ഇല്ലല്ലോ, അവർ പെട്ടെന്ന് പറയും പ്രയാസമാണ്. അപ്പം നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കാം, അല്ലെ ആരാണ് ചോദിക്കും, കണ്ടോ അവൾ കള്ളത്തരമല്ലേ പറഞ്ഞത്, അവൾ ചാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെയാണോ കാണിച്ചത്? പക്ഷെ അവൾ കള്ളത്തരം പറഞ്ഞൊന്നുമല്ല, അവളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തന്നെ പറഞ്ഞതാ ഞാനിതൊക്കെ സഹിച്ചോളാമെന്ന്. കാര്യം ചൂടെന്നാന്ന് ഇതുവരെ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടല്ലേ. അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിനുള്ള ആഗ്രഹമില്ലാതെ അല്ല. ഈ പിള്ളേർ ആരും കള്ളം പറഞ്ഞൊന്നുമല്ല, കെട്ടാൻ വേണ്ടി പറഞ്ഞതുമല്ല. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതുപോലെ യേശുവിന് വേണ്ടി നിലകൊള്ളണമെന്ന് ആഗ്രഹമുള്ള ആത്മാർത്ഥതയുള്ള പെൺപിള്ളാരെ ഇവരെല്ലാവരും. പക്ഷെ അനുഭവിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അവർക്ക് നേരിടാൻ കഴിയാതെ വരുന്നത്. ഇതുപോലെ തന്നെയാണ് മിക്ക സമയങ്ങളിലും ആത്മാർത്ഥതയുള്ള പല ആളുകളുടെയും ജീവിതത്തിൽ പാളിച്ച പറ്റുന്നത്. അവർ സിൻസിയർ അല്ലെന്നതുകൊണ്ട് അർത്ഥമില്ല. പത്രോസ് വളരെ സിൻസിയറായിട്ട് പറഞ്ഞത്, ഞാൻ ചത്താലും നിന്നെ വിട്ടുമാറത്തില്ല, എല്ലാവരും തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞത് വേണ്ടി വന്നാൽ തള്ളി പറഞ്ഞേക്കാമെന്ന് ചിന്തിച്ചൊന്നുമല്ല, അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തന്നെ അവൻ പറഞ്ഞത്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയും. പത്രോസ് പറഞ്ഞു, നോ വേ, അങ്ങനെ ഒരു പ്രസ്ഥാനം ഉദിക്കുന്നില്ല. പക്ഷെ അവൻ 3 വട്ടം തള്ളി പറഞ്ഞു. അവൻ തള്ളി പറഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചത്? അതിനുശേഷം കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവനെ റെസ്റ്റോർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുക. അവിടെയാണ് കർത്താവിൻ്റെ എൻകറേജ്മെന്റ്. കർത്താവിനെ റെസ്റ്റോർ ചെയ്യാനായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ മീൻ പിടിക്കാൻ പോകുന്ന ഒരു സീൻ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്.